പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയോട് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു രസമുണ്ടേ, എൻ്റെ പ്രസംഗത്തിന് എന്നോട് വളരെ അടുപ്പമുള്ളവരൊക്കെ വാട്സപ്പ് റിലേഷൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും സഹപ്രവർത്തകർ, അടുത്ത സഹപ്രവർത്തകർക്ക് അതുള്ളൂ 10-20 വരെ ഉണ്ടാകാൻ തുടങ്ങണം. അപ്പോൾ അവർ ചിലരൊക്കെ ഇത് ഈ ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്. ഒരാൾ കൂടെ പറഞ്ഞേ, അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ നല്ല രസമാണെന്നത്. ഞാൻ ഇന്നൊരു ജീവിതാനുഭവം പറയാൻ പോയി. ഞാൻ അമ്പലപ്പുഴ
ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കണേ. കുറേ കാലം ഇരുന്നേ അവിടെ. അന്ന് നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ 6 കൊല്ലത്തോളം അവിടെ വികാരിയായിട്ടിരുന്നു. അവിടെ കുറേ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഒരു സ്ഥലമേ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ കൂട്ടത്തിൽ നടുക്ക് അമ്പലപ്പുഴ പള്ളിക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, നെൽപ്പാടം. അപ്പോൾ പിതാവ് പാസ്റ്റർ വിസിറ്റ് വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഇടയ സന്ദർശനം വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. അപ്പോൾ നടത്തിപ്പുകാരൻ കൈ ചൂണ്ടി പള്ളിയിൽ നിന്ന് കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ അരികിൽ പോയി വെച്ചാൽ കൈ ചൂണ്ടി ഇന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥലം കിടക്കണതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ രേഖയൊന്നുമില്ല. പണ്ടാരും 945 945 അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ്, അല്ല 45 വർഷം മുമ്പ് നമ്മൾക്ക് ആരോ ഈ ഇഷ്ടദാനം തന്നാണ് വിൽപ്പത്തത്തിലൂടെ, ഏതോ ഒരു വിൽപ്പത്തത്തിലൂടെ പള്ളിക്ക് ഇഷ്ടദാനം കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ രേഖകൾ അതിനൊന്നുമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനുണ്ട്, പിതാവുണ്ട്, ശിവൻ അത്തിപ്പുഴ പിതാവ്, ഇന്നത്തെ ട്രസ്റ്റികളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നടക്കുന്ന ഒരു ട്രസ്റ്റിയുണ്ട്, കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങളവർ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പം ഇല്ല, കർത്താവിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്ലാനിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എപ്പോഴെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ നല്ല 5-6 ഏക്കറുണ്ട്, ചെറിയ ഏക്കർ, കുട്ടനാട്ടിൽ 5-6 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ജപമാലയുടെ സമയത്ത് ഇപ്പം എനിക്കും വേറെയും കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം നമ്മൾ അവിടെ ഇടവകയൊന്നും അളന്നില്ലാഞ്ഞിട്ട് നമ്മൾ പീറ്റർ പിതാവിൻ്റെ കാലത്ത് സ്ഥലം വാങ്ങിച്ചിട്ട് 2.5 ഏക്കർ സ്ഥലം അമ്പലപ്പുഴ ടൗണിൽ വാങ്ങിച്ചിട്ട് നമ്മുടെ ആൾക്കാരെ പലയിടത്തുനിന്നും വീടില്ലാത്തവരെ കൊണ്ടുപോയി അവിടെ വീട് കെട്ടിക്കൊടുത്ത് താമസിപ്പിക്കുകയാണ്. അത്രയും ഭയങ്കര പേഴ്സ പ്രവർത്തനം അവിടെ നടത്തിയത്. പക്ഷെ അങ്ങനെ കൊടുത്തപ്പോൾ എല്ലാവരും കൊടുത്തു, എല്ലാ ജാതിക്കാർക്കും കൊടുത്തു. അവരാരും നമുക്ക് ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി കൊടുത്തതല്ല. അത് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരത് അതിനകത്ത് ആനുകൂല്യം കൂട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ കള്ളത്തരമല്ലേ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മതം മാറ്റാൻ വേണ്ടിയൊന്നുമല്ല. അത് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ അവിടെ പകർച്ച കൊടുക്കും. അങ്ങനെ പല ഹൈന്ദവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും അമ്പലപ്പുഴ ആലപ്പുഴ രൂപത അമ്പലപ്പുഴ ഇടവകയിൽ സ്ഥലവും വീട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിനുണ്ട്. ഞാൻ അവിടെ പോകണതാണ്, അവരെ സന്ദർശിക്കാനൊക്കെ പോകണതാണ്. പലപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പം നിങ്ങളിപ്പോൾ ഈ FCRI എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിക്ക് മലമറത്തെ കാശ്. ക്രിസ്ത്യാനി ചെയ്യണേ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ജോലി ചെയ്യണത് ആർക്ക്. ഇനി FFA എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, അതും ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതും ആർക്കാണ് കൊടുക്കുന്നത്? ക്രിസ്ത്യൻസിന് കൊടുക്കും, ഹിന്ദുസിന് കൊടുക്കും, മുസ്ലിംസിന് കൊടുക്കും. അത് ഫാമിലി FFA ഫാമിലി അസോസിയേഷൻ വേണ്ടിയുള്ള സംഭാവനയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എല്ലാവർക്കും അത് കിട്ടും. അത് പഠിത്തമായാലും കോളേജായാലും ഇതുപോലെയുള്ള സഹായമായാലും കിട്ടും. അപ്പം അത് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നിന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സുവിശേഷ വിഹിതമാകത്തുള്ളൂ. അതാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ആൾക്കാർ ഭയങ്കര വർഗീയതയല്ല. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ കിട്ടാൻ കാത്തിരിക്കുകയാണ് ആൾക്കാർക്ക് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി. അത് അവരുടെ കസേര വിപ്ലവമാണ്. അതിനകത്തൊന്നും ഞങ്ങളാരും പോയി തലവെക്കത്തില്ല. ലെറ്റ് ദം ഹാവ് ഇറ്റ് ഫോർ ദെയർ കൺവീനിയൻസ്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം ഈ സ്ഥലത്തിന് നമുക്ക് രേഖയിലല്ല. അപ്പം ഞാനെന്ത് നമ്മുടെ അടുത്ത് രേഖയില്ലെന്നേ ഉള്ളേ. ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല എന്നല്ല എൻ്റെ അർത്ഥം, അത് ദൈവത്തിൻ്റെ അടുത്ത് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഞാനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി വെച്ചാൽ ഇപ്പം ഈ സ്ഥലം ആൾക്കാർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവർക്ക് അന്ന് പ്രമാണം ചെയ്ത് കൊടുത്തില്ലായിരുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ 10-14 കൊല്ലം കൊടുത്തു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും വന്ന്, ഞാൻ ഈ പ്രാർത്ഥനക്കാരനൊക്കെ കാരണം ഒറ്റയടിക്ക് മറുപടി പറയത്തില്ല. അച്ഛൻ അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് ആൾക്കാർ ഞാൻ ചെന്നപ്പോൾ തന്നെ എടുത്തു തോന്നുന്നു, അച്ഛാ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യം ഒരു ആനുകൂല്യം കിട്ടണില്ല അച്ഛാ, ഒരു സെപ്റ്റി ടാങ്ക് പോലും ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അച്ഛാ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ പേര് ഇതാക്കി തരാൻ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ഞാനത് എനിക്കറിയാം ഇവർ കൊടുത്താൽ ഇവർ ചില ആൾക്കാർ വിറ്റ് അപ്പം തന്നെ
രാജ്യം വിട്ടു പോകല്. മക്കൾക്ക് അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരപ്പം തന്നെ വിൽക്കും. അതൊക്കെ എനിക്കറിയാം. പിന്നെ കിടപ്പടം പോലും ഇല്ലാത്ത അവസ്ഥയിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഡൗൺ ചെയ്ത് നിൽക്കുക. എങ്കിലും ഞാനൊരു പണി ചെയ്ത് എന്ത് ചെയ്യുന്നറിയാവോ? അതായത് ഞാൻ ഈ അവിടെ ചെന്നപ്പോൾ തന്നെ, ആ പള്ളി ചെന്നപ്പോൾ തന്നെ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ, അവിടെ ലൂർദ് മാതാവിൻ്റെ രൂപമാണ്, മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ലൂർദ് മാതാവിന് എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മാതാവിനോട് കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്പലപ്പുഴ പള്ളിയുടെ വാതിക്കലുള്ള ജനൽ തുറന്നിട്ടിട്ട് അൾത്താറയിരുന്ന മാതാവിനെ കൊണ്ടുവന്ന് അവിടെ അകത്ത്, പള്ളിയുടെ അകത്ത് ഒരു മേശയിട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ എനിക്ക് കൈയെത്തി അമ്മയുടെ കാലിൽ തൊട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകണം. തിരിച്ച് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ചിലപ്പോൾ കയറി വരുന്നത്. അപ്പോൾ അമ്മയെ കണ്ടിട്ട് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അമ്മയെ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവരുടെ പ്രൈവറ്റ് റിലേഷൻസാണ് അതെല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൊടിമരം, അമ്മയുടെ ഫ്രണ്ടിൽ തന്നെ കൊടിമരമുണ്ട്, ആ കൊടിമരത്തു നിന്ന് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒഴുതെങ്കിൽ ഞാനവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ സമയം ഉണ്ടായിരുന്നു. അന്ന് ഇന്ന് പോലെ കൃപാസനത്ത് അതുപോലെ തിരക്കൊന്നുമില്ല. എനിക്കിങ്ങനെ വല്ലപ്പോഴും ശുശ്രൂഷക്ക് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടെ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കൊടിമരത്തെ വന്നിരുന്ന് കൊന്തയില്ലും, എന്നിട്ട് പിന്നീട് കൊടിമരത്തെ ഒന്ന് മുട്ടിട്ട് നിരങ്ങി അമ്മയെടുത്ത് ചെല്ലും. മുട്ടിട്ട് നിരങ്ങി അമ്മ പ്രമാണമൊന്നും കാണുന്നില്ല, രേഖകളൊന്നുമില്ല, എന്താ നമ്മുടെ സ്ഥലമായിരുന്നത്, കൈവിട്ട് പോയൊരു വിഷമമുണ്ട് എന്നൊക്കെ അമ്മയോട് പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സാബു എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു സഹപ്രവർത്തനമുണ്ട്, ആ ഇല്ലിച്ചലയുള്ളതാണ് മോനിച്ചൻ സാബു. അപ്പോൾ സാബു ഒരിക്കൽ ഓടി വന്ന് എൻ്റെ അടുത്ത് തന്നെ, അച്ഛാ നമ്മളുടെ ആ സ്ഥലത്തില്ലേ കുട്ടനാട്ടിൽ, അവിടെ വേറെ ഒരു പാർട്ടി അവിടെ വിതക്കണം എന്ന് പറഞ്ഞു. അവരൊരു 2-3 ഏക്കർ നേരത്തെ അവിടെ നിന്ന് കയ്യേറി എടുത്തിട്ടുണ്ട്, ഇപ്പം അടുത്ത കൂടി വിതയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനുടനെ ഒരു നീട്ടിപ്പിടിച്ച് കത്തെഴുതി പിതാവിന് കൊടുത്ത്, എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ പിതാവ് തരണമെന്നും പറഞ്ഞു ബിഷപ്പ് ഹൗസിൽ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിതാവിന് വിൽപ്പത്തത്തിൻ്റെ ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് കിട്ടി. അത് കണ്ണായ ഒരു പേജ്, പണ്ടെങ്ങാട് കൊടുത്താലേ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് വിൽപ്പത്തത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ വക്കീലിന് കൊടുത്തു. ബിഷപ്പ് ഉടനെ വക്കീലിനെ വിളിപ്പിച്ച് വക്കീലിന് കൊടുത്തു. വക്കീലത് കോടതി കൊടുത്ത്, അപ്പോൾ ഇനി അത് പോക്കോരോ ചെയ്ത് അളന്ന് ടാക്സ് അടച്ച് ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം. അതൊന്നും ഭയങ്കര പാടാണ്, കിട്ടത്തില്ല. അപ്പോൾ അതിന് കോടതി എന്ന് ഉടനെ പറഞ്ഞ് ആ വസ്തു നിങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞ് നമ്മുടേതാണെന്ന് ആ വസ്തു നമ്മളിപ്പം ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിന് ഡോക്യുമെൻ്റ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ ആ വസ്തു നമ്മുടെ കൈകാര്യത്തിലാണ് ഡോക്യുമെൻ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ആ വസ്തു ഒരു ട്രാക്ടറിനെ വിളിച്ച് ആ വസ്തു ഈ പാടത്തിന് കണ്ണെത്താ ദൂരത്ത് കിടക്കണത്, നോക്കത്താ ദൂരത്ത് കിടക്കുകയാണ്. അവിടെ നമ്മൾ ഇന്ത്യ എങ്ങനെയും ചെയ്യണം. അവിടെ ചെയ്തിട്ട് ട്രാക്ടറിനെ വിളിച്ച് അവിടെ പോയി അത് ട്രാക്ടർ ഓടിച്ച് നമ്മളവിടെ നിർത്തി, അച്ഛനെ ഈ ലോഹയിട്ട് അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കോടതി കൊടുക്കണം. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ അവർ യൂസേജ് കൺട്രോൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതത്ര പെട്ടെന്ന് നടക്കണ കാര്യമല്ല. കാരണം ആ സ്ഥലത്തുള്ള എല്ലാം ഒരു പ്രത്യേക പാർട്ടി കൈകാര്യം ചെയ്ത് കയറി എടുത്തേക്കണം. ഇത് മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ അടിച്ച് ഏൽപ്പിച്ചിട്ട് ഇതവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലവെട്ട് അവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുകയും ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാകുകയും ചെയ്യും. അപ്പം അതിന് ഞാനവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഒരു പണി ചെയ്തു. എന്താണെന്നറിയാമോ? അതായത് ചുറ്റുവട്ടത്ത് ഭയങ്കര മഴ. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അവിടെ വല്ല വെയില ഉണ്ടെങ്കിൽ ഈ ആൾക്കാരെല്ലാം എന്നെ കാണുമ്പോൾ ഓടിക്കോളും. അപ്പോൾ ഭയങ്കര മഴ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഴയാണെങ്കിലും ആ പാടശേഖരനൊന്നും ട്രാക്ടർ കാണാനില്ല. അപ്പം ഞങ്ങളെന്ത് വെച്ചാൽ, ഞാൻ കുഞ്ഞുചേട്ടനും കൊന്തയുടെ ആളാണ്. ഞങ്ങൾ രണ്ടും കൂടി നേടി മഴയത്ത് നിന്നുകൊണ്ട് കൊന്തയിൽ ചെയ്യണം. അവിടെ കാര്യം എന്താ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അപ്പോൾ കൊന്ത ചെല്ലണ സമയത്തുണ്ടല്ലോ, കൊന്തയിൽ തിരയാകുമ്പോൾ ഈ മഴയുടെ ഈ മഴ നിഴലില്ലേ, ഒരു 2-3 കിലോമീറ്റർ അകലെ ഒരു നിഴൽ പോലെ ട്രാക്ടർ ഓടുന്നുണ്ട്. അത് മാതാവ് കാണിച്ചു തന്നാണ്. അപ്പോൾ ആ ട്രാക്ടറിനെ വിളിക്കണം. പക്ഷേ നമ്മുടെ നമ്പറൊന്നും നമുക്ക് ആ സ്ഥലത്ത് ഞാൻ ആദ്യം ചെല്ലുകയും നമ്മുടെ നമ്പറൊന്നുമില്ല. അപ്പോൾ ആ വഴിക്ക് കൂടി ഇത്തന്നെ കൊടയും ചൂടി പോകണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ, ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടാൻ എവിടെ വല്ല മാർഗമുണ്ട്?
അപ്പോൾ അയാൾ പറഞ്ഞത് മോട്ടോർ വരെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ മഴയത്ത് മോട്ടോർ വരയിലോട്ട് നടന്ന് മോട്ടോർ വരെ ചെന്നപ്പോൾ ആ ട്രാക്ടറിൻ്റെ നമ്പർ കിട്ടി. ഞങ്ങൾ ഈ മഴയത്ത് അയാളെ വിളിച്ചു. അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ് അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല, നമ്മൾ സ്ഥിരം കുറ്റികളല്ലല്ലോ, ഇവിടെ ഞാൻ ഏറ്റവും കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, മഴയത്ത് വരാൻ പറ്റിയിരുന്നു പറഞ്ഞു. തന്നെയല്ല, ആ സ്ഥലം ഇന്ന ആൾക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു തർക്കപ്പുരയുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സ്ഥിരമായിട്ട് അവിടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ട്രാക്ടറുകാരനാണ്. അപ്പം എൻ്റെ മാതാവ് എനിക്ക് തോന്നുന്നു അതാണ്ട് ഇത് ഈ പ്രേയർ ചെയ്യണമെന്ന് എൻ്റെ കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഉടനെ പറഞ്ഞു, ചേട്ടാ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, 1 മിനിറ്റിന് ചേട്ടന്, അപ്പോൾ ഒരു 10 മിനിറ്റ് വന്നാൽ മതി, ചേട്ടന് 5000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളിക്ക് മനസ്സിലായി സീരിയസ് ആണ്, നമ്മൾ ആത്മാർത്ഥമുള്ളവരാണ് മനസ്സിലായത്. നോക്കട്ടെ മഴ ഒന്ന് തോരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചെറിയൊരു മഴ തുറന്നപ്പോൾ തന്നെ പുള്ളി 10 മിനിറ്റ് അപ്പോൾ കാര്യമല്ലേ, ഇവിടുന്ന് ഈ മഴയത്ത് കുറേ പോകണം, അതിൻ്റെ അകത്ത് 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞാൻ ലോഹയൊക്കെ ഊരി തയ്യൽ ഓല കെട്ടി വെച്ചിരിക്കുക, താഴെയുടെ നനഞ്ഞ് കുതിർന്നു പോയി. പിന്നെ ഈ പാൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങി ഈ പാടശേഖരത്തിൻ്റെ വരമ്പിൽ കൂടി പോവുകയാണ്. നല്ല മഴയാണ്. പിന്നെ കുറേ വരമ്പിൽ ചിലപ്പോൾ കുഴമ്പില്ല, അവിടെ പിന്നെ നമുക്ക് ഇങ്ങനെ അരവപ്പം ഈ മുട്ടപ്പം വെച്ച് നീന്തി പോയി. പക്ഷെ അവിടെയൊക്കെ അണലി ഉള്ളതാണ് ശരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് അണലി കടിച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും ഈ മഴ അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ ഇതൊന്നും ദൈവം നമ്മളെ അറിയിക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അതായത് ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കർത്താവിന് നമ്മളെ കുറേ വാഗ്ദാനങ്ങളുണ്ടേ. നിങ്ങളെ സർപ്പങ്ങൾ, നമ്മൾ ഇന്നലെ കണ്ടില്ലേ, നിങ്ങളെ സർപ്പങ്ങളെ കയ്യിലെടുക്കും, നിങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, അത് ദൈവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. നമ്മൾ ആ സമയത്ത് അണലിയെക്കുറിച്ച് ചിന്തിക്കണില്ല, മഴയെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ നമ്മൾ വീഴുമോ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. അപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കാതെ, നെഗറ്റീവ്സ് ഒന്നും ചിന്തിപ്പിക്കാതെ, ദൈവം മാരകമായി എന്ത് കഴിച്ചാലും നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ലേ, ഈ മാരകമായി ഒന്നും നമ്മളെ കഴിപ്പിക്കാൻ പോലും അതിനെക്കുറിച്ച് ഓർപ്പിക്കാതെ നമ്മൾ സ്പോട്ടിൽ ചെല്ലുക. അതാണ് ഈ പ്രാർത്ഥന ഗുണം. അപ്പം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമല്ല, പ്രാർത്ഥന ഒരു ജീവശ്വാസം പോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജീവിതത്തിൻ്റെ ഒരാളായിട്ട് മാറിയാൽ ഇതുപോലെയുള്ള സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. എന്താണ്, ആൾക്കാർ ഓടിക്കൂടായിരിക്കാം, മഴ പെയ്ച്ചു, അണലിയും പാമ്പൊക്കെ കൊണ്ടുള്ള സ്ഥലത്ത് കൂടി എന്നെ അത് അറിയിക്കാതെ കൊണ്ടുപോയി ഈ ട്രാക്ടറുകാരൻ കറക്റ്റ് സ്പോട്ടിൽ വന്ന് ആ സമയത്ത് കുഞ്ഞുമഞ്ചേട്ടൻ ഇയാളെ ഉഴുത് ഞാൻ നടന്നതിൻ്റെ കൂടെ അയാൾ ഫോട്ടോ എടുത്ത് കോടതി കൊടുത്ത്, കോടതി വസ്തു അളക്കാൻ തീരുമാനിച്ചു. അളന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേഖ കൊണ്ട്, കാര്യം കോടതി അത് പോക്കുവരെ ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് അനുവാദം കിട്ടിയിരുന്നു. നമ്മുടെ രേഖ കൊണ്ട്. പിന്നെ അളവിൻ്റെ പ്രശ്നത്തിലേ ഉള്ളൂ കുഴപ്പം വരുന്നത്. അപ്പോൾ അതിന് അളവ് വെച്ചു. അപ്പോൾ പെട്ടെന്ന് കാര്യം, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മളെപ്പോഴും നിങ്ങൾ ഈ നടക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ അത് നടക്കത്തില്ലെന്നല്ല, ദൈവത്തിനെ കൊണ്ട് നടക്കും. അങ്ങനെയാണ് ഇപ്പം നമുക്കെന്താ വിചാരിക്കണത്, കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും അത് കഴിയുമ്പോൾ പിന്നെ വെള്ളവെടിയും തോന്നിവാസം പോക്കൃത്തൊക്കെ ആയിട്ട് ജീവിച്ചാൽ ദൈവത്തെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണം. അതാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നു, ദൈവത്തിനെ കൊണ്ട് ജീവിക്കുന്നു. അത് ആ ദൈവത്തിന് ആനുകൂല്യത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻസ് നർച്ചർ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ദുരിതങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കൃപാസനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള ശുശ്രൂഷകൾ, അതായത് 89-ലേക്ക് അച്ഛനെ കാണാൻ വരുന്നവർക്ക് ഇന്നത്തെ പോലെ ഒരു ടോക്കൺ കൊടുക്കുമായിരുന്നു. ഇന്ന് ആ ടോക്കണിൽ നിങ്ങളുടെ വിഷയവും ഒക്കെ എഴുതിയാൽ തരണത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് കിട്ടുന്ന ടോക്കണിൽ പല 107 സങ്കീർത്തനം എഴുതിയിട്ടുണ്ടാവും. 87, 88, 90 കൊടുക്കുന്ന ടോക്കണിൽ 2 Corinthians 1:4 എഴുതിയിട്ടുണ്ടാവും.
ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. കർത്താവ് എനിക്ക് ഈ അഭിഷേകം തന്നപ്പോൾ 87 തന്നതാണ്. അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ റാലിയുമായി നമ്മൾ മാരാരിക്കുളം കടപ്പുറത്ത് എത്തിയപ്പോൾ ഞാൻ ആൾക്കാരെ നോക്കിയപ്പോൾ ഞാൻ ആപ്പാടെ വല്ലാത്തൊരു വിസ്മയത്തിലായി. കാര്യം ഞാൻ ആ പ്രദേശത്തായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ജോലി ചെയ്തത്. കടലിലുള്ള ആൾക്കാരെയൊക്കെ വള്ളമെല്ലാം വെഞ്ചരിക്കും. ആയിരക്കണക്കിന് വള്ളങ്ങൾ കടലിലുണ്ടാവും. അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം കൺവെൻഷന് വേണ്ടി. ആ വെഞ്ചരിപ്പ് കഴിയുമ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കടപ്പുറത്ത് നിൽക്കും. എന്നിട്ട് ഞാൻ കടപ്പുറത്ത് വന്ന് കടലോരത്ത് വന്ന് കൺവെൻഷൻ നടത്തും. അപ്പോൾ 10,000 തൊട്ട് 1.5 ലക്ഷം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും 5 ദിവസത്തെ കൺവെൻഷന് കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഞാൻ 2000 ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു അതിൻ്റെ ടൈം കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്നതാണ്, നീ ഇവിടെ അന്ന് 17 സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇവിടെ 8 കാറ്റാടി കമ്പ് വാങ്ങിച്ചിട്ട് 2 ടർപ്പോളം ഇട്ട് തുടങ്ങിയതാണ് ഇവിടെ ചെറിയൊരു ശുശ്രൂഷ 2000-ൽ. എന്നിട്ട് 2004 ആയപ്പോൾ തന്നെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചു. അതാണ് എൻ്റെ ഒരു ബലം. ഞാനിവിടെ വന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പും ഇല്ല. നമ്മുടെ ശുശ്രൂഷകരെല്ലാം കടലോരത്തുള്ളവരാണ് അന്നുണ്ടായിരുന്നത്. അവർക്കിവിടെ ബസ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. തുമ്പോളി വന്നതിന് ശേഷം, തുമ്പോളി എന്ന് പറഞ്ഞ് 4 കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട്. അവിടെ വന്നതിന് ശേഷം കിഴക്ക് വന്ന് പിന്നെ തുമ്പോളി എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട് നാഷണൽ ഹൈവേയിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം ബസ്സിന് വരണമെങ്കിൽ 3 വണ്ടി കയറണം. അപ്പോൾ അവരാരും ഇവിടെ വരത്തില്ല. പിന്നെ വരണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വരണം, നേരെ വരാം ഓട്ടോറിക്ഷയ്ക്ക്. 4 കിലോമീറ്റർ 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വരാം. അപ്പോൾ പാവപ്പെട്ടവരാരും ഓട്ടോറിക്ഷയ്ക്കൊന്നും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പിന്നെ ദൈവം പക്ഷേ സ്ഥലം തന്നത് ഇവിടെയാണ്. നമുക്കിവിടെ ആളുമില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ കുറവാണ്. ഒരു പള്ളിയുണ്ട് ഇവിടെ അടുത്ത്, 120 വീട്ടുകാരേ ഉള്ളൂ. അതും ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ചാർജും ഇല്ല. ഞാൻ ഒരു പള്ളിയിലിരിക്കുകയാണ് വികാരിയായിട്ട്. അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നവർ അവിടെ വരുന്നുണ്ട്, അവരൊക്കെ വരും. പക്ഷേ ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. എന്തിനു പറഞ്ഞാൽ ഇവിടെ അച്ഛനവിടെ കാണാൻ പറ്റുമല്ല. അന്ന് അച്ഛന് ഓറിയൻറ്റഡ് ആയിരുന്നു ശുശ്രൂഷകളെല്ലാം. അച്ഛനെ കാണാനാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുറച്ചുമ്പോൾ മരിച്ചു പോവില്ല, ആരാരും മരിച്ചു പോവില്ല. അപ്പോൾ ശുശ്രൂഷ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശുശ്രൂഷകളുടെ അകത്ത് 14 കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ട് ശുശ്രൂഷ പങ്കെടുത്ത്. അതാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ. എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പറയത്തില്ല. കാര്യം എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ പുറകിലാണ്, അല്ലല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ അമ്മയെ കണ്ടത്. അല്ലെങ്കിൽ ജോസഫച്ചനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നും പറയരുത്. എനിക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടണ്ടേ. ഇത് സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞപ്പോഴാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10:08. എനിക്ക് ആ പ്രത്യക്ഷീകരണത്തിലുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം എന്താണെന്നറിയാവോ? അതായത് നമ്മളൊരു മാതാവിനെ ജപമാലയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീശനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കളർ പോലും മോശമാണ്. എന്താണ് സിൽവർ ഗ്രേയുടെ കളറാണ്. അപ്പോൾ ഈ കളറിൽ ഇങ്ങനെ സമയ ഘടികാരം ചാർത്തി അത് ക്ലോക്ക് വിമല ഹൃദയമാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. സഭയുടെ ഈ പ്രത്യക്ഷീകരണത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നിയമം, സഭാ നിയമം അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാനാണ്. വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള വിമല ഹൃദയത്തിൻ്റെ രൂപമാണ്. പക്ഷേ കൃപാസന മാതാവിൻ്റെ ആകാര സൗഷ്ഠവത്തിലും നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊരു കൺകറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് 2004 അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാര്യം നടന്നായിരുന്നു ഇവിടെ. 2002 ഒരു മനുഷ്യൻ. അപ്പോൾ 2001 ഒരു മാതാവിൻ്റെ ഒരു നൊവേന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ
വാടക്കേ പള്ളിയിൽ. അപ്പോൾ അന്ന് അവിടുത്തെ വികാരിയാണ്. അന്ന് 800 വീട്ടുകാരുണ്ട് അവിടെ, വലിയ ഇടവകയിലാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു നേതൃത്വത്തിലേക്ക്. ഇപ്പോൾ അവിടെ 2 അച്ഛന്മാരുണ്ട്. അവിടെ വീണുപോയ ഒരു നൊവേനപ്പാടാണത്. വലിയ നൊവേനൊക്കെ നടന്നിരുന്നൊരു സ്ഥലമാണ് വാടക്കിൽ. ഇപ്പോൾ കുറേ പ്രവർത്തകർക്ക് അതിൻ്റെ ഇപ്പോഴും അവിടെ അന്ന് വന്നത് ഇവിടെ ഉണ്ട്. അപ്പോഴേ ആ നൊവേന ഞാൻ 2ാമത് റീസ്റ്റാർട്ട് ചെയ്ത്. മാതാവിൻ്റെ നൊവേന വീണു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വീണുപോയത് കൂടാരങ്ങളെ നിവർത്തി നിർത്തുന്നത് കർത്താവിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. അതായത് പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നവനെന്നും മതിലുകൾ പണിയുന്നവനെന്നും നീ അറിയപ്പെടും എന്ന് ഐസയുടെ വചനങ്ങളിലൊക്കെ പലപ്പോഴും എനിക്ക് എൻ്റെ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. പുരാതന നഷ്ടശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുന്നതാണ് നീ എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെ, നമ്മുടെ നിങ്ങളെ എനിക്ക് നിങ്ങളോട് തരാനുള്ള ഉപദേശം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ പല പല ദുരിതങ്ങളുമായിട്ടിവിടെ വന്നിരിക്കുക അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതമേ മനുഷ്യനേ ഉള്ളൂ. എന്താണ് ദുരിതം? ദൈവത്തെ ആയിട്ടൊരു ബന്ധമില്ലാത്തതാണ് ദുരിതം. നമ്മുടെ മക്കളില്ല, ജോലിയില്ല, വീട്ടിൽ കലഹമാണ്, ഉടമ്പടി അതിർത്തി ഭാഗോടമ്പടി നടക്കണില്ല, പല പല ദുരിതങ്ങളാണ്. ഈ പല പല ദുരിതങ്ങളെ എല്ലാത്തിനും കൂടി ഒറ്റ ദുരിതമേ ഉള്ളൂ മനുഷ്യന്. എന്താ കാര്യം? ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതാണ് ദുരിതം. ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ 1000 ദുരിതം ഒറ്റയടിക്ക് തീരും. അപ്പോൾ ദൈവം എപ്പോഴും ശ്രമിക്കണത് നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ദുരിതം മാറാൻ വേണ്ടിയല്ല, നിങ്ങളുടെ പൊതു ദുരിതമായ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ ചരട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനാണ്. അങ്ങനെ ദൈവത്തിനുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കളെ ഭയങ്കര രസമാണ് ഈ ജീവിതം. ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എന്ത് വില കൊടുത്തും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ വാഴ വെച്ചു, അത് കൊലക്കണ കർത്താവെന്നും പറഞ്ഞിട്ടുണ്ട്, 6 മാസം പ്രാർത്ഥിച്ചു, അധികം പ്രാർത്ഥിച്ചു, ഞാൻ തെറ്റ് പറയണില്ല. പക്ഷെ നിങ്ങൾ പ്രേയറിൽ ഇൻറ്റൻഷൻ വെക്കുന്നത്, ദൈവം ഉദ്ദേശിക്കണത് ദൈവത്തിന് നമ്മളൊന്ന് കമ്മ്യൂണിക്കബിൾ ആകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്ന് സംഭാഷിക്കാൻ പറ്റിയ ഒരാളായിട്ട് നീ മാറണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കത്തില്ല, സമ്മതിക്കത്തില്ല. ഭയങ്കര മൽപ്പിടുത്തവും മർക്കടമുട്ടിയുമാണ് ദൈവമായിട്ട്. ഇപ്പം ഇത് തന്നെ എന്താ സംബന്ധിച്ചാൽ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറയണത്, അവർ വല്ലപാട് 90 ദിവസം ഒന്ന് തികച്ചിട്ട് ആ കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണ് 40% ആൾക്കാർ ഉടമ്പടി എടുക്കും. അവരുടെ മനസ്സിരിപ്പെന്ന് പറയണത് വല്ലപാടും 90 ദിവസം തികക്കണം, അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ 5:30 എഴുന്നേക്കാൻ ആർക്ക് പറ്റും? അതാണ് വിഷയം. 5:30 എഴുന്നേക്കാൻ ആർക്ക് പറ്റും? അതുകൊണ്ട് വല്ലപാടും 90 ദിവസം ഒന്ന് തികച്ചാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാവില്ല. അതായിരിക്കും മനസ്സിരിക്കണത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് ഇലക്കുമുള്ളും ദോഷമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കണം, വല്ല അനുഗ്രഹം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു മിനിമം പരിപാടിയാണ് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ നിങ്ങൾക്കുള്ളത്. ദൈവത്തിനുള്ളത് അതല്ല. ദൈവം പറയണത് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം, നമ്മൾ തമ്മിലൊരു, ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ അറിയണം. ഞങ്ങളെപ്പോലുള്ളവരല്ല അതൊക്കെ പറഞ്ഞു തരേണ്ടത്. ദൈവം ഉദ്ദേശിക്കേണ്ടത്, എനിക്ക് ഐ വാണ്ട് കണ്ടിന്യൂ ദിസ് റിലേഷൻ വിത്ത് യു. അതാണ് ദൈവം പറയണത്. എനിക്ക് നിങ്ങളുമായിട്ട് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ, ഈ ബന്ധം ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് മകളെ കെട്ടിച്ച് കിട്ടിയാൽ മതി എന്ന് പറയും. എൻ്റെ മകനെങ്ങാനും ഒന്ന് കാനഡയിൽ പോയാൽ മതി, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ തമ്മിൽ ആദ്യം അടിക്കാൻ കൊള്ളുമെന്ന് എനിക്കറിയാമെന്ന് പറയും. ഒരു സ്മോൾ പോലും അടിക്കാൻ പറ്റത്തില്ല, പിന്നെ എങ്ങനെ നിങ്ങളോട് അടിക്കണമെന്നാണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ ദൈവം പറയും, നീ സ്മോളൊക്കെ അടിക്കാൻ നിനക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ എന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 10 സ്മോൾ എടുത്തതിൻ്റെ വീര്യം കിട്ടും നിനക്ക്. അതാണ് ദൈവം. അതാണ് കാര്യം, നമുക്ക് ചില ഊന്നുവടികളല്ലേ, ഊന്നുവടി പോയാൽ നമ്മൾ വീഴുമെന്നല്ലേ പറയണേ. അപ്പോൾ കർത്താവ് പറയും, ഇങ്ങനെ വെള്ളം അടിച്ചില്ലെങ്കിലും സിഗരറ്റ് വലിച്ചില്ലെങ്കിലും ഈ ഊന്നുവടിയൊന്നും ഇല്ലെങ്കിലും നിന്നെ നടത്താൻ എനിക്കറിയാം, നിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിലും നിന്നെ നിലനിർത്താൻ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ ആ പരീക്ഷണത്തൊന്നുമില്ല, ഞാനിപ്പോൾ വളരെ ഓക്കെയാണ്, കംഫർട്ടാണ്, ഞാൻ ജസ്റ്റ് മുളക് അടിച്ച് കൂട്ടുകാരൊക്കെ മിനിങ്ങി 2 പിക്നിക്കൊക്കെ പോയി 2 സിനിമയൊക്കെ ഉണ്ട്, ഞാൻ ഓക്കെയാണ്, പിന്നെ നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന്, എനിക്ക് വല്ലപാടി ജോലിയൊന്നും കിട്ടി, അത്രയും എൻ്റെ പ്രശ്നം. അപ്പോൾ അത്രയും എൻ്റെ പ്രശ്നമുള്ളതെന്ന് നീ പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ജോലിയൊന്നും താ എന്നുള്ളതാണ് നിൻ്റെ പ്രശ്നം നീ പറയും. ഇത് പറയുമ്പോൾ ദൈവം ഓക്കെ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ജോലി ഞാൻ തരാം, നീ എങ്ങനെ സന്തോഷം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദൈവം ഒരു സ്നേഹമായത് കാരണം എനിക്ക് ദൈവത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം, നല്ല കുറേ 4 വയസ്സ് മുതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും രീതികളും എല്ലാ ഇടപാടുകളും
ദൈവം അതായത് അറ്റ കൈയൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളാണ്. നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്ന്, വിശുദ്ധി ഉണ്ടാകണം, കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ പാലിക്കണം എന്നുള്ള മിനിമം കാര്യമല്ലാതെ ദൈവം ആരുടെ മേലും വല്ലാത്ത ഒരു ഭാരം ഒന്നും ചുമത്തുന്നില്ല. പിന്നെ ഭാരം ചുമത്തും, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്തിരി ഭാരം ചുമത്തും. ഇപ്പോൾ എനിക്ക് കിഡ്നി ഡിസീസാണ്. എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവുന്ന കാരണം ഞാൻ ഈ സാധനം സുഖപ്പെടാതിരിക്കാൻ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒക്കെ നിനക്ക് ഡിസീസ് ഉണ്ട്, നീ ഇത് വെച്ച് തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും പരാജയപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു വിജയിച്ചത്. എല്ലാ മതങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ദുഃഖം മാറ്റണം. ദുഃഖം മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ദുഃഖത്തെ ഫ്ലാറ്റായിട്ട് അങ്ങനെ ഇല്ലെന്ന് സബ്ലിമേറ്റ് ചെയ്തിടും. സങ്കല്പത്തിൻ്റെ സബ്ലിമേഷൻ നടക്കും ചിലർക്ക്. അങ്ങനെ ഇല്ല. ശ്രീബുദ്ധനൊക്കെ അങ്ങനെയുള്ള ആളാണ്. എന്ന് വെച്ചാൽ ദുഃഖത്തെ അവർ അംഗീകരിക്കണില്ല. അവർ അതിനെ ജീവിതത്തിൻ്റെ ഒരു ഈ ജീവിതത്തിൻ്റെ വേറെ ഒരു സൈദ്ധാന്തികമായ ലെവലിൽ ആശയപരമായിട്ടാണ് അതിനെ പ്രായോഗികമായിട്ടല്ല ദുഃഖത്തെ സമീപിക്കുന്നത്, ആശയപരമായിട്ടാണ് ദുഃഖത്തെ സമീപിക്കുന്നത്. അപ്പോൾ ദുഃഖമെന്ന് പറയുന്ന സംഭവം നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ വേറെ ദുഃഖമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ഈ ലോകത്തൊന്നും ഇല്ല. നമുക്ക് സന്തോഷം കുറേ ഉണ്ട് ഈ ലോകത്ത്. എല്ലാ തരത്തിലും മക്കളെ ജനിപ്പിക്കുന്ന സന്തോഷമാണ്, കുഞ്ഞുങ്ങളെ പോറ്റണ സന്തോഷമാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണ സന്തോഷമാണ്, പരീക്ഷ ജയിക്കണ സന്തോഷമാണ്, മിഠായി തിന്നണ സന്തോഷമാണ്, ഭക്ഷണം കഴിക്കണ സന്തോഷമാണ്, അല്ലേ, നല്ല ഉടുപ്പിടണ സന്തോഷമാണ്. മുഴുവൻ സന്തോഷമേ ഉള്ളതിൻ്റെ അകത്ത്. പക്ഷേ അതിനിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ദുഃഖം വരും. അപ്പോൾ ഒരു 50-50 ശരിക്കും, അല്ലാതെ ദുഃഖം മാത്രമല്ല നരകപ്പെടുത്ത ജീവിതത്തിൽ. ഇതിൻ്റെ അകത്ത് സന്തോഷം ഒത്തിരി ഉണ്ടതുകൊണ്ടാണ് ആൾക്കാർ അറ്റാക്ക് അടിക്കാതെ നിൽക്കുന്നത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. വിവാഹം സന്തോഷമല്ല, അതുകൊണ്ടല്ലേ ആൾക്കാർ ആഘോഷമാക്കുന്നത്. ആഘോഷമാക്കുന്ന എല്ലാ വിഷയത്തിലും സന്തോഷമുണ്ട്. പക്ഷേ ഈ ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നാണ് കർത്താവ് ചോദിച്ചത്. എന്നിട്ട് ദുഃഖത്തെ ആഘോഷമാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രായോഗികമായ ഒരു നിലപാടിലാണ് യേശു അവസാനം എത്തിച്ചേർന്നത്. ദുഃഖത്തെ വേദനയെ ആഘോഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ആക്കിയെടുത്ത് ദുഃഖത്തിന് ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം കൊടുത്തു. ഇപ്പോൾ കൃപാസനത്തിൽ അങ്ങനെയല്ലേ, ഇപ്പോൾ ക്ലേശം വന്നാൽ, കുരിശ് വന്നാൽ, അപ്പോൾ ദുഃഖത്തിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് കർത്താവ് കുരിശിനെ എടുത്ത് അന്ന് നിലനിന്നിരുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ക്ലേശത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒരു അടയാളമായിട്ട് കുരിശിനെ എടുത്തു. എന്നിട്ട് കുരിശിനെ എന്ത് ചെയ്ത് പിതാവിൻ്റെ പേരിൽ കുരിശിനെ അക്സെപ്റ്റ് ചെയ്ത്. നമ്മൾ കുരിശിനെ റിജക്റ്റ് ചെയ്യല്ലേ ചെയ്യണത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടുന്ന് തള്ളിക്കളയും. അപ്പോൾ ഈശോ മാത്രമാണ് കുരിശിനെ റിജക്റ്റ് ചെയ്യാതെ എടുത്തപ്പോൾ അത് എന്തുകൊണ്ടാണ് എടുത്തത്? ഈ കുരിശിന് മുഴുവനും കൃപയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. എല്ലാ കുരിശിൻ്റെ അകത്തിലും കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഓഫ് ഗോഡാണ്. ഈ പവർ ഓഫ് ഗോഡ് സന്തോഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത് കൃപയില്ലല്ലോ. സന്തോഷത്തിൽ കൃപയില്ല. അത് ബ്ലെസ്സിങ്സ് അല്ലേ, അനുഗ്രഹം എന്ന് പറയും. സന്തോഷത്തിൽ എവിടുന്നാണ് പറയണത്? ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതികമായ ആനുകൂല്യങ്ങളെന്ന് പറയും നമ്മൾ. ഈ ഭൗതികമായ ആനുകൂല്യങ്ങൾ ബോഡി ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ വീട്, ജോലി, വിവാഹം, മക്കൾ, പ്രൊമോഷൻ, PR, അതെല്ലാം ബോഡി ഓറിയൻറ്റഡ് ആണ് സാധനമാണ്. അതിനെല്ലാം നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും. ബോഡി എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബോഡി എപ്പോൾ വേണമെങ്കിലും തീരാം. ബോഡിക്കുള്ള കുഴപ്പം അതാ. ബോഡി എത്ര ആരോഗ്യവാന്മാരായാലും ചിലപ്പോൾ പെട്ടെന്ന് ബോഡിയുടെ കപ്പാസിറ്റി തീരും. എല്ലാവരും വിചാരിക്കുന്നത് ബോഡി ഇങ്ങനെ നിലനിൽക്കും, സന്തോഷം നിലനിൽക്കും എന്നാണല്ല. ഈ രോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം തന്നെ. രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഓർക്കുക, ഇത് ബോഡിയിലാണ് നമ്മൾ ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുഖപ്പെട്ടാലും നാളെ വേറെ രോഗങ്ങൾ വരാം. കരുത് ബോഡിയിലല്ലേ. അപ്പോൾ ബോഡിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അവസാനം നെറ്റ് ബാലൻസിൽ ഇച്ഛാഭംഗങ്ങളുണ്ടാകും. ബോഡിക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ഈശോ ബോഡിക്ക് പ്രാധാന്യം കൊടുക്കാഞ്ഞ കാരണം ഈ ബോഡി കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമെന്ന രീതി എങ്ങനെ ബലിയാക്കി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് കൃപയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എങ്ങനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയും പ്രാർത്ഥനയുമായിരുന്നു ഈശോ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്.